ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ HTML കോഴ്സാണ്. അതായത് കംപ്ലീറ്റ് ബിഗിനർ ലെവൽ തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു HTML കോഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഇത്. ഇതിന് ശേഷം നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോകൾ. നമ്മൾ HTML പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഓവർവ്യൂ. നിങ്ങൾക്ക് ആൾറെഡി വെബ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്നൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ എന്തായാലും ഒരു HTML ട്യൂട്ടോറിയലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒരു ചെറിയ ഓവർവ്യൂ പോലെ എന്താണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മൾ ബിൽഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. ഇതിനെ മെയിനായിട്ടും 2 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, മറ്റേത് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും കാണുന്നത്. അപ്പോൾ ആ യൂട്യൂബിൽ കാണുന്ന ആ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ യൂസർ എക്സ്പീരിയൻസ് ഇതെല്ലാം കവർ ചെയ്യുന്നതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്. അതുപോലെ നിങ്ങൾ youtube.com വിസിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു സെർവറിൽ നിന്ന്, അതായത് വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളെ ബ്രൗസറിൽ കാണിക്കുന്ന ഡേറ്റ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെർവർ സൈഡിലുള്ള ആ ലോജിക്ക് ഹാൻഡിൽ ചെയ്യുന്നതാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈക്കും ആ കമൻറ്റിൻ്റെയും ഡേറ്റ ബാക്ക് എൻഡ് സെർവറിലോട്ട് സെൻഡ് ചെയ്യും. അത് അവിടെ നിന്ന് ഒരു ഡേറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ വേറൊരാൾക്ക് വേണ്ടി അത് റിട്രീവ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ലോജിക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് HTML ആണ്. HTML എന്ന് പറഞ്ഞാൽ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ടോപ്പിക്കാണ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ HTML കഴിഞ്ഞാൽ CSS, ജാവാസ്ക്രിപ്റ്റ്, പിന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിം വർക്കുകൾ ഇതൊക്കെ പഠിക്കാനുണ്ടാവും. അടുത്തതായിട്ട് HTML-നെ കുറിച്ച് ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. HTML എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി HTML ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ പലവരും HTML-നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ജാവാസ്ക്രിപ്റ്റോ സിയോ C#, ജാവയോ പൈത്തോണോ ഒക്കെ പോലെ HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. പകരം അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ യൂസ് തന്നെ നമ്മളൊരു വെബ് പേജ് വിസിറ്റ് ചെയ്യാൻ നേരത്ത്, ഒരു വെബ് പേജ് നമ്മൾ ലോഡ് ചെയ്യാൻ നേരത്ത് ആ വെബ് പേജിൻ്റെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ഒരു ഹെഡിങ്, പാരഗ്രാഫ്, ഇതൊക്കെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ HTML ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ മാർക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ HTML ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി HTML-ൽ പ്രധാനമായി 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML എലമെൻറ്റ്സ്, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ആട്രിബ്യൂട്ട്സ്. HTML എലമെൻറ്റ്സും HTML ആട്രിബ്യൂട്ടും എന്താണെന്നൊരു ബ്രീഫ് ഓവർവ്യൂ അടുത്ത സ്ലൈഡുകളിൽ കാണും. പിന്നെ നമ്മൾ ഈ കോഴ്സിൻ്റെ ത്രൂ ഔട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. HTML എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിങ്, പാരഗ്രാഫ്, ലിസ്റ്റ്, അതിനകത്തുള്ള ടേബിൾസ്, ഇമേജസ്, വീഡിയോസ്, ഇതൊക്കെ നമ്മൾ HTML ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാം, HTML പല വേർഷൻസ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. ആ HTML5 തന്നെയായിരിക്കും നമ്മൾ ഈ കോഴ്സിൽ ത്രൂ ഔട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് HTML ഇലമെൻറ്റ് എന്നാണ്. HTML ഇലമെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ HTML ടാഗുകൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ പല വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് ആ വെബ്സൈറ്റിന് ഒരു ഹെഡിങ് ഇലമെൻറ്റ് കാണും, അല്ലേ? ഹെഡിങ് കാണും. അപ്പോൾ ആ ഹെഡിങ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അക്കംപ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ H1 എന്നൊരു ഇതിനെയാണ് നമ്മൾ ടാഗ് എന്ന് പറയുക. ഈ ആംഗിൾ ബ്രാക്കറ്റ്സിൽ എഴുതിയിരിക്കുന്നതിനാണ് നമ്മൾ ടാഗ് എന്ന് പറയാം. അതുപോലെ H1 ടാഗിനകത്ത് നമ്മൾ ഒരു ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തതിനാൽ, ഓക്കെ, ഈ ഫസ്റ്റ് കാണുന്നത് ഓപ്പണിംഗ് ടാഗും ലാസ്റ്റ് കാണുന്നത് ക്ലോസിംഗ് ടാഗുമാണ്.
അപ്പം ഇതുപോലെ ടാഗ്സിനകത്ത് നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹെഡിങ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ റെൻഡർ ആവും. ഇതിനെയാണ് നമ്മൾ HTML ഇലമെന്റ് എന്ന് പറയുക. അതായത് ഈ HTML ടാഗും ഈ കണ്ടന്റ്, ഈ ടെക്സ്റ്റ് കണ്ടന്റും കൂടെ ചേരുമ്പോഴാണ് ഒരു HTML ഇലമെന്റ് ഫോം ചെയ്യുന്നത്. അപ്പം പലവരും HTML ടാഗും HTML ഇലമെന്റും തമ്മിൽ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് ഇന്റർചേഞ്ചബിളി സാധാരണ ഉപയോഗിക്കുന്നതുമാണ്. ബട്ട് ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് കിടക്കുന്നത് മാത്രമാണ് HTML ടാഗ്. ഈ HTML ഇലമെന്റ് എന്ന് പറയുമ്പോൾ ഈ ടാഗും ഈ കണ്ടന്റും കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ HTML ഇലമെന്റ് എന്ന് പറയുള്ളൂ. അതുപോലെ HTML ടാഗ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. H1, H2, H3. നമുക്ക് HTML 6 ലെവൽ വരെ ഹെഡിങ്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് ലെവൽ 6 ഹെഡിങ്, ഇത് ലെവൽ 1 ഹെഡിങ്. അതുപോലെ ഇടയ്ക്കുള്ള ഹെഡിങ്, പിന്നെ പാരഗ്രാഫ്, സ്പാൻ ടാഗ്, ഡിവ്, മെയിൻ, ആർട്ടിക്കിൾ. ഈ മെയിനും ആർട്ടിക്കിളിനെയൊക്കെ നമ്മൾ സെമാൻറ്റിക് ടാഗ് എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോസിൽ കവർ ചെയ്യുന്നതാണ്. സോ നമുക്ക് അടുത്ത നോക്കാനുള്ളത് ഈ HTML എഴുതുമ്പോൾ ഉള്ള ആ ഇലമെൻസിൻ്റെ ഒരു ഓർഡറാണ്. അതായത് HTML ഇലമെൻറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ അതിൽ നെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പാരഗ്രാഫ് ഇലമെൻറ്റിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ ബോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കണം. ഇതിനൊക്കെ നമ്മൾ നെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ കോഡ് സ്നിപ്പറ്റിൽ കൊടുത്തേക്കുന്നത്. ഇത് ബേസിക്കലി ഒരു പാരഗ്രാഫാണ്. നമ്മളൊരു പാരഗ്രാഫ് ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് എഴുതി തുടങ്ങി. അതിനകത്ത് സ്ട്രോങ്ലി എംഫസൈസ്ഡ് എന്ന വാക്ക് മാത്രം ഏതാണ് ഈ സ്ട്രോങ് ടാഗിനും എംഫസൈസ് ടാഗിനകത്തുമാണ് കിടക്കുന്നത്. അതായത് ഇതൊരു HTML നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ, ഈ ഒരു വാക്ക് 2 എണ്ണം ബോൾഡഡ് ആയിരിക്കും, ഇറ്റാലിസൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെയാണോ ടാഗ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഇത് ക്ലോസ് ചെയ്യുക. അതായത് ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്ത ഏതാ ഈ പാരഗ്രാഫ് ടാഗാണ്. ഏറ്റവും അവസാനം നമ്മൾ ക്ലോസ് ചെയ്യുന്നതും പാരഗ്രാഫ് ടാഗായിരിക്കും. രണ്ടാമത് ഓപ്പൺ ചെയ്തത് സ്ട്രോങ് ടാഗാണ്. സെക്കൻഡ് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നതും സ്ട്രോങ് ടാഗാണ്. അതുപോലെ നമ്മൾ മൂന്നാമത് ഓപ്പൺ ചെയ്തത്, അതായത് അവസാനമായി ഓപ്പൺ ചെയ്തത് എംഫസിസ് ടാഗാണ്. ഏറ്റവും ആദ്യം ക്ലോസ് ചെയ്യുന്നത് എംഫസിസ് ടാഗ് ആയിരിക്കും. അതായത് ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ ഇൻ വിച്ച് ദേ വെയർ ഓപ്പൺഡ്. അതായത് അവർ ഓപ്പൺ ചെയ്തതിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുക. അത് നമ്മൾ പ്രാഥമികമായി HTML എഴുതുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു വാണിംഗ് ആണ്. വാണിംഗ് എന്ന് പറഞ്ഞാൽ HTML ഈസ് വെരി ഫോർഗീവിങ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ 2 കോഡ് സ്നിപ്പറ്റ് തന്നിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് പോയിന്റ്, അതായത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം റെൻഡർ ചെയ്യാനുള്ള ഒരു കോഡ് സ്നിപ്പറ്റാണ്. ഈ UL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ് റെൻഡർ ചെയ്യാനുള്ള HTML ടാഗാണ്, അതായത് ബുള്ളറ്റ് പോയിന്റ്സ്. ഈ LI എന്ന് പറയുന്നത് ഓരോ ബുള്ളറ്റ് പോയിന്റും ഒക്കെ ഓരോ ലിസ്റ്റ് ഐറ്റവും എഴുതാൻ വേണ്ടിയുള്ള ഒരു HTML ടാഗാണ്. അപ്പം നമ്മൾ ഇവിടെ 3 ലിസ്റ്റ് ഐറ്റം എഴുതിയിട്ടുണ്ട്. ഓരോ തവണ നമ്മൾ UL നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് തീരുമ്പോൾ നമ്മൾ UL ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ലിസ്റ്റ് ഐറ്റത്തിന് നമ്മൾ LI ഓപ്പൺ ചെയ്യുന്നുണ്ട്, LI ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് രീതിയാണ്. ഇത് നമ്മൾ ബ്രൗസറിൽ റെൻഡർ ചെയ്യും, വർക്ക് ചെയ്യും. ഇനി നമ്മൾ ഈ കോഡ് സ്നിപ്പറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ അവസാനം ക്ലോസ് ചെയ്യുന്നുണ്ട്. 3 ലിസ്റ്റ് ഐറ്റം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ്, LI ടാഗ് നമ്മൾ 3 എണ്ണത്തിലും ക്ലോസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ബ്രൗസറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതും വർക്ക് ചെയ്യും. ഓക്കെ, ഇതും റെൻഡർ ചെയ്യും. കാരണം ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ഈ ലിസ്റ്റ് എവിടെയാണ് തീരുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് റെൻഡർ ചെയ്യും. സോ ദിസ് വർക്ക്സ്. പക്ഷേ ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് നമ്മുടെ കോഡ് ബേസിൻ്റെ ക്വാളിറ്റി ബാധിക്കും. നമ്മൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കോഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് വർക്ക് ചെയ്യുമെങ്കിലും നമ്മളിങ്ങനെ എഴുതാൻ പാടില്ല. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സെൽഫ് ക്ലോസിംഗ് ഇലമെൻറ്റുകളാണ്. സെൽഫ് ക്ലോസിംഗ് ഇലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇലമെൻറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ ടാഗും ക്ലോസ് ടാഗും കാണില്ല. നേരത്തെ നമ്മൾ പാരഗ്രാഫ് ടാഗ് കണ്ടു, അതിനകത്ത് ഓപ്പൺ ടാഗും ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ടാഗും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെൽഫ് ക്ലോസിംഗ് ഇലമെൻറ്റ്സിന് അങ്ങനെ ഓപ്പൺ ടാഗും ക്ലോസിംഗ് ടാഗും ഇല്ല, ഒരൊറ്റ ഇലമെൻറ്റേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇൻപുട്ട് ഇലമെൻ്റാണ്.
ഈ ടൈപ്പിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് ഈ ടൈപ്പിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കുന്നതാണ്. ഇത് ബേസിക്കലി നമ്മൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇൻപുട്ട് കൊടുക്കാവുന്ന ഒരു സ്ലൈഡർ പോലത്തെ ഒരു ഇൻപുട്ട് റെൻഡർ ചെയ്യുന്ന എലമെൻ്റ് ആണ് ഇൻപുട്ട്. അതുപോലെ ഈ IMG എന്ന് പറയുന്നത് ഇമേജ് റെൻഡർ ചെയ്യാൻ ഇവിടെ switch.svg എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് switch.svg എന്ന ഫയൽ ഇമേജ് ഈ ടാഗിന് പകരം അവിടെ റെൻഡർ ചെയ്യും. അപ്പം ഈ രണ്ട് എലമെൻറ്റിനും ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇനി ക്ലോസിംഗ് ടാഗ് ഇല്ല, സെൽഫ് ക്ലോസിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് നമുക്ക് അവസാനം ഒരു സ്ലാഷ് കൊടുക്കാം. സോ ഇതാണ് റെക്കമെൻഡഡ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ എന്താ പറയുക, നമ്മൾ കോഡ് ബേസ് റീഡ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഒരു റീഡബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ടാഗ് എവിടെയാണ് ഓപ്പൺ ആവുന്നത്, ഒരു ടാഗ് എവിടെയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടതുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ ടാഗിൻ്റെ അവസാനം തന്നെ ഒരു സ്ലാഷ് ഇടും. ഇതൊരു ഓപ്ഷണലാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങളും ചെയ്യുന്നതായിരിക്കും കറക്റ്റ്. ഫൈനലായിട്ട് നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ ബേസിക്കായിട്ട് കവർ ചെയ്യാൻ പോകുന്ന കാര്യം HTML ആട്രിബ്യൂട്ടുകളാണ്. അപ്പം നിങ്ങൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ആൾറെഡി നിങ്ങൾ HTML ആട്രിബ്യൂട്ട് കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇമേജ് ടാഗിൽ സോഴ്സ് എന്ന് പറഞ്ഞ HTML ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഏത് ഇമേജാണ് റെൻഡർ ചെയ്യേണ്ടത്, ഇമേജിലോട്ടുള്ള ഫയൽ പാത്ത് switch.svg എന്ന് പറഞ്ഞാൽ ആ ഇമേജ് കിടക്കുന്ന ഫയൽ പാത്താണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫയലായിരിക്കും, അതായത് ആ ഇമേജ് ആയിരിക്കും ഈ ഇമേജ് ടാഗിന് പകരം ഇവിടെ റെൻഡർ ചെയ്യുക. അപ്പം നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ആങ്കർ ലിങ്കാണ്, ഗൂഗിളിലോട്ട് പോകുന്ന ഒരു ആങ്കർ ലിങ്കാണ്. അപ്പം href എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗൂഗിളിലോട്ട് പോകുന്ന ലിങ്കാണ് അതായത് ഏത് ലിങ്കിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഇത് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിളിൽ നിന്ന് ടെക്സ്റ്റ് റെൻഡർ ആവും. ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ google.com എന്ന വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഈ അഡീഷണൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് ടാഗിൽ ഒരു കീ വാല്യൂ പെയർ സ്റ്റൈലിലാണ് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് HTML-ലുള്ളത്. ഇതിൽ പലതും നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കവർ ചെയ്യുന്നുള്ളൂ, ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കോഡ് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ നമ്മൾ HTML എഴുതി തുടങ്ങുകയും ഡോക്യുമെൻ്റ് സ്ട്രക്ചർ കാണുകയും സെമാൻറ്റിക് ടാഗ്സ് പഠിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.